ഹലോ, നമ്മളിന്ന് തേൻ മിഠായിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചില സ്ഥലങ്ങളിൽ നിന്ന് തേൻ നിലാവ് എന്നൊക്കെ പറയാറുണ്ട്. പേരൊക്കെ പലതാണെങ്കിലും ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ പണ്ട് ഒരുപാട് കഴിച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്ര വലുതായി എന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാനല്ലേ ആർക്കും ആഗ്രഹമില്ലാത്തത്. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ 150 ഗ്രാം ദോശമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മാത്രം ബേക്കിംഗ് സോഡയാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു അര സ്പൂൺ, കുറച്ചേ ഉള്ളൂ കേട്ടോ, ഫുഡ് കളർ, റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു നിർബന്ധവും ഇല്ല ചേർക്കണം. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കളറൊന്നും ചേർക്കണമെന്നില്ല. ഇതിപ്പോൾ നമുക്ക് ആ വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ തേൻ മിഠായി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കളറാണല്ലോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കളർ ചേർത്തുന്നേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു തിക്നെസ് വേണം കേട്ടോ മാവിന്. അഥവാ ലൂസാണ് മാവെന്ന് തോന്നിയാൽ കുറച്ച് മൈദ എന്തെങ്കിലും ചേർത്ത് കൊടുത്ത് ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും ഈ ഒരു രീതിക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിരിക്കണം, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കണം. ആ രീതിക്ക് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ വീട്ടിൽ മാവ് അരയ്ക്കുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ അരിയും ഉഴുന്നും ഇട്ടിട്ട് ഒരു 8 മണിക്കൂർ അരച്ചതിന് ശേഷം 8 മണിക്കൂർ മാറ്റി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ തലേദിവസം അരച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ദോശയ്ക്കോ ഇഡ്ഡലിക്കൊക്കെ എടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ തലേദിവസം അരച്ച് വെച്ചിട്ട് എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ, നല്ല ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ബേക്കിംഗ് സോഡ നമ്മൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ബോൾസായിട്ട് അതങ്ങ് പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിടാനുള്ള നമ്മുടെ പഞ്ചസാര ലായനി ഉണ്ടല്ലോ, അതുണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു 7 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പിൻ്റെയൊക്കെ പരിവമെന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മൾ കയ്യിൽ പിടിക്കുമ്പോഴത്തേക്ക് ഒരു നൂൽ പരിവായിട്ട് വരണം. അതുവരെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് കയ്യിലൊന്ന് ഇതേപോലെ ഒന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടിയിട്ട് ഒരു നൂൽ പരിവം ആയിട്ട് കിട്ടണം. എന്നിട്ട് നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ചൂടോടുകൂടി തന്നെ നമ്മുടെ ഈ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ തേൻ മിഠായി അങ്ങ് ഇട്ട് കൊടുക്കുക. ഒരു അരമണിക്കൂറോളമെങ്കിലും ഇട്ട് വെച്ചാൽ അത്രയും നല്ലതാണ്. അത്രയും ഉള്ളിലോട്ട് സിറപ്പ് കയറുമ്പോൾ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തേൻ മിഠായി ഇതാ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ വീട്ടിലുണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കഴിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് വളരെ എളുപ്പം വീട്ടിലുണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്ക്. ഓക്കെ, താങ്ക് യു.